അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA അറബിക് തേർഡ് സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി എന്ന പുസ്തകത്തിൻ്റെ ബ്ലോക്ക് 2 അതിലൊന്നാമത്തെ യൂണിറ്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. അൽ മദ്രസത്തുർ റുമാൻസിയ വ തതവറുഹ, റൊമാൻറ്റിസം അതും അതിൻ്റെ വളർച്ചയും. അപ്പോൾ അറബി സാഹിത്യത്തിൽ പ്രത്യേകിച്ച് കവിതാ മേഖലകളിലൊക്കെ ഏത് രൂപത്തിലാണ് റൊമാൻറ്റിസം ഉണ്ടായിട്ടുള്ളത്, ആ ഒരു തിയറി, ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് വന്നത്, ലോകത്തിൻ്റെ അതിൻ്റെ തുടക്കം എന്താണെന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ അങ്ങനെ തരുന്ന ഒരു അധ്യായമാണ് ഈ ഭാഗം. ഈ ഭാഗത്തിൽ ലേണിംഗ് ഔട്ട്കം എല്ലോ ആയിട്ട് പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന് അത്തഅറുഫ് അലൽ മദ്ഹബിർ റുമാൻസി വ ഖസാഇസുഹി അൽ അമ്മ. എന്താണ് മദ്ഹബുർ റുമാൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അൽ മഅരിഫത്തുൽ ആമ്മ അൻ തതവ്വുരി ശിഅർ റുമാൻസ് ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ റൊമാൻറ്റിസത്തിൽ എഴുതപ്പെട്ട കവിത, അതിൻ്റെ വളർച്ച, അതിനെപ്പറ്റി ഒരു ജനറൽ നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത്തഅറുഫ് അല അബ്റസി ശുഅറാഇൽ റുമാൻസിയീന ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൊമാൻറ്റിക് പോയറ്റുകൾ ആരൊക്കെയാണ് അവരെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റിൽ വന്നിട്ടുള്ള ഭാഗമാണ് ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് റൊമാൻറ്റിസം എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണാം യുഅറഫുൽ മദ്ഹബുർ റുമാൻസി, ഈ ഒരു റൊമാൻറ്റിസം എന്ന ഈ ഒരു മദ്ഹബ്, ഈ ഒരു ചിന്താധാര, ഇത് അറിയപ്പെടുന്നത് മദ്രസത്തിൻ അദബിയത്തിൻ, ഒരു സാഹിത്യ ചിന്താധാരയായിട്ടാണ്, ഒരു സാഹിത്യത്തിൻ്റെ ചിന്താധാരയാണ്. തുറക്കീസു ബിഷക്കിലിൻ അസാസിയൻ, ഇത് അടിസ്ഥാനപരമായി ഫോക്കസ് ചെയ്യുന്നത് അലൽ ജവാനിബിൽ ഇൻസാനിയ, വ്യത്യസ്ത മേഖലകളെയാണ്. ആരുടെ? ലിൻ നഫ്സി, മനസ്സിൻ്റെ, നഫ്സിൻ്റെ വ്യത്യസ്ത മേഖലകളെ അടിസ്ഥാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹിത്യ ചിന്താധാരയാണ് ഈ അൽ മദ്ഹബുർ റുമാൻസി എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ്, അതാണ് ചർച്ചാ വിഷയം. അതിൽ തന്നെ ബിമാഫി ദാലിക മശാഇറുഹ വ അവാത്തിഫുഹ വ അഖീലത്തുഹ, മനസ്സിലുണ്ടാവുന്ന സംഗതി എന്തൊക്കെയാണ്? ഒന്ന് മശാഇർ, ഫീലിങ്സ് ഉണ്ടാവും, വ അവാത്തിഫ്, ഇമോഷൻസ് ഉണ്ടാവും, വ അഖീലത്ത്, ചില ഭാവനകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ മനസ്സ്. അങ്ങനത്തെ മനസ്സിനെ മശാഇറുഹ, അതിൻ്റെ അത് ഹാ എന്ന് പറഞ്ഞ നഫ്സിൻ്റെ, അവാത്തിഫുഹ വ അഖീലത്തുഹ, ഖയാൽ, അഖീലത്ത്. യംതാസു ഹാദൽ മദ്ഹബ് ബിത്തഅബീരി സഹൽ വ തഫ്കീരിൽ മഫ്തൂഹ്. ഇനി ഈ ഒരു മദ്ഹബിൻ്റെ സവിശേഷത എന്താണ്? യംതാസു ഹാദൽ മദ്ഹബ്, ഈ ഒരു ചിന്താധാര, ഈ ഒരു പ്രസ്ഥാനം, അത് വേറിട്ട് നിൽക്കുന്നു. ബിത്തഅബീരി സഹൽ, ലളിതമായ അവതരണമായിരിക്കും. തഅബീർ, അതിൻ്റെ അവതരണം, ആവിഷ്കാരം, അത് സഹലായിരിക്കും. വ തഫ്കീറുൽ മഫ്തൂഹ്, തുറന്ന ചിന്തയായിരിക്കും. ഒരു അടഞ്ഞ കുട്ടുസമായ ഒരു മേഖലയിൽ ഊന്നി നിൽക്കുന്ന ആ രൂപത്തിലല്ല, തുറന്നു നിൽക്കുന്ന ചിന്തകളും ലളിതമായ അവതരണ ശൈലിയുമാണ് ഇതിനുള്ളത്. ഹൈസ് യസ്മഹു ബിഹുർരിയത്തിൽ ഇൻതിഫാഇ വൽ ഇസ്തിജാബത്തി ലിറഗ്ബാത്തിൻ നഫ്സ്, അതായത് ഏത് നിലക്ക് യസ്മഹു ബിഹുർരിയത്തിൽ ഇൻതിഫാഇ, ഇത് സ്വതന്ത്രമായിട്ടുള്ള ഫീലിങ്ങുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഫീലിങ്സിനെ സ്വതന്ത്രമായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. വൽ ഇസ്തിജാബ ലിറഗ്ബാത്തിൻ നഫ്സ്, മനസ്സിൻ്റെ താല്പര്യങ്ങളെ പെട്ടെന്ന് ലളിതമായ രൂപത്തിൽ അത് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അപ്പോൾ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത്, ആ മനസ്സാഗ്രഹിക്കുന്ന കാര്യത്തെ അത് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന, അതേപോലെ നമ്മുടെ ഫീലിങ്സുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ആ നിലക്ക് തുറന്ന ചിന്ത. നമ്മൾ സ്വതന്ത്രവാദം എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ മനസ്സിനാണല്ലോ സ്വതന്ത്രവാദം ഉണ്ടാവുക. ഒരാൾ മനസ്സിൽ തോന്നുന്ന കാര്യമൊക്കെ ചെയ്യാൻ പറ്റുക, അതിന് ഒരു വിലങ്ങുകളോ തടസ്സങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഈ ഒരു ചിന്താധാരയുടെ ഒരു സവിശേഷത. യുമയ്യിസുഹു ഐളൻ തഹറുറുഹു മിൻ ഖുയൂദിൽ അഖ്ലി വൽ വാഖിഇയ്യ. അതോടൊപ്പം തന്നെ ഈ ഒരു മദ്ഹബ് ഇത് വേർതിരിയുന്നു, അല്ലെങ്കിൽ അത് വേർപെട്ട് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? അതിൻ്റെ തഹറുറാണ്, സ്വാതന്ത്ര്യമാണ്. എവിടുന്ന സ്വാതന്ത്ര്യമായിട്ടുള്ളത്? മിൻ ഖുയൂദിൽ അഖ്ൽ, ബുദ്ധിയുടെ കൈതുകളിൽ നിന്ന്. ഖുയൂദ്, ബന്ധനം, ബുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി നിൽക്കുന്നു. വൽ വാഖിഇയ്യ, റിയലിസത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ്. വാഖിഇയ്യ എന്ന് പറഞ്ഞാൽ ലത്തി കാനത്ത് സായിദത്തൻ ഫിൽ മദ്രസത്തി ക്ലാസിക്കിയ്യ ലിൽ അദബ്, സാഹിത്യത്തിൻ്റെ അൽ മദ്രസ അൽ ക്ലാസിക്കിയ്യ,
നമ്മുടെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അൽ മദ്രസൽ ക്ലാസിക്കിയ, ക്ലാസിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറികൾ, ഈ തിയറികളിൽ വ്യാപകമായിട്ട് അവർ വിശകലനം ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, വാഖഇയ്യ, അപ്പോൾ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളെയാണ് അവർ ഡിസ്കസ് ചെയ്ത് ആ യാഥാർത്ഥ്യങ്ങളെ പഴമയുടെ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ബുദ്ധി എന്തു പറയുന്നു നിൽക്കട്ടെ, അതിനപ്പുറം മനസ്സെന്തു പറയുന്നു എന്നതിന് ചിത്രീകരിക്കലാണ് വേണ്ടത് എന്ന്, അതാണ് സാഹിത്യമെന്ന്. അങ്ങനത്തെ സ്വാതന്ത്ര്യത്തെ, മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ലഹറൽ മദ്ഹബുർ റുമാൻസി ഫി ബിദായത്തുൽ ഖർനി അത്താസിഅ അശർ, 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഈ ഒരു ചിന്താധാര ഉടലെടുക്കുന്നത്, ലഹറ രംഗത്ത് വരുന്നത്. ബിദായത്ത് ആരംഭം, ഖർണ്, അൽ ഖർണ് എന്നാൽ നൂറ്റാണ്ട്, താസ്യാശറ 19-ാം നൂറ്റാണ്ടിൻ്റെ. വതഅസ്സറ ബിശക്ലിൻ കബീരിൻ ഫി സഖാഫത്തി ഔറുബ ഫി ദാലിക്കൽ വഖ്ത്, ആ ഒരു കാലഘട്ടം, 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ സംസ്കാരത്തിൽ അങ്ങേയറ്റം സ്വാധീനമുണ്ടായ കാലഘട്ടമാണ്. യൂറോപ്യൻ സംസ്കാരം, യൂറോപ്പിൻ്റെ കൾച്ചർ ലോകത്ത് തന്നെ സ്വാധീനമേറ്റ, അത് വ്യാപിച്ച ഒരു കാലഘട്ടം എന്ന് പറയാം. അത് അധിനിവേശത്തിലൂടെയാവാം, ഭാഷയുടെ അടിച്ചേൽപ്പിലൂടെയാവാം, അതിലൂടെയൊക്കെ പല പല കാരണങ്ങൾ അതിനുണ്ടായിട്ടുണ്ട്. ജിയോഗ്രഫിക്കൽ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള രാഷ്ട്രീയപരമായ പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് യൂറോപ്യൻ കൾച്ചറിനെ അത് വളരെ വ്യാപകമായ രൂപത്തിൽ തഅസ്സറ, സ്വാധീനമുണ്ടായിട്ടുണ്ട്. ബിശക്കിലിൻ കബീരിൻ, വലിയൊരു അളവോടെ, സഖാഫന കൾച്ചർ. ഹൈസ് ഇസ്തബ്ദല തദ്രീജയ്യൻ അൽ മദ്രസൽ ക്ലാസിക്കിയ, ഘട്ടം ഘട്ടമായിട്ട് ക്ലാസിക്കൽ ലിറ്ററേച്ചറിന് പകരമായിട്ട്, ക്ലാസിക്കൽ ചിന്തയ്ക്ക് പകരമായി വരാൻ കാരണമായിട്ടുള്ള, അങ്ങനെ പകരമായി വന്നതാണ് ഈ പറയുന്ന റൊമാൻറ്റിസം എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ലിറ്ററേച്ചർ വന്നിട്ട്, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറി വന്നിട്ടാണ്, ആ ഒരു കാഴ്ചപ്പാട് വന്നിട്ടാണ് എന്തു വരുന്നത്, ആ സ്ഥാനത്തേക്ക് പകരമായിട്ടാണ് പലതും എന്ത് കയറി വന്നിട്ടുള്ളത്, ഈ പറയുന്ന റൊമാൻറ്റിസം കയറി വന്നിട്ടുള്ളത്. ജാഅ ഹാദൽ മദ്ഹബു കറദ്ദി ഫിഅലിൻ അലൽ ഖുയൂദി വത്തൻളീം അസ്വാരിമീൻ അൽ മുത്തസിമീന ബിൽ ക്ലാസിക്കിയ. എത്രത്തോളം പകരമെന്ന് പറഞ്ഞാൽ, ജാഅ ഹാദൽ മദ്ഹബ്, ഈ ഒരു കാഴ്ചപ്പാട് വന്നു, കറദ്ദി ഫിഅലിൻ, ഒരു റദ്ദ് എന്നുള്ള നിലക്ക്, അഥവാ മറുപടി എന്ന നിലക്കാണ്, അല്ലെങ്കിൽ നീക്കുക എന്ന നിലക്കാണ്. അൽ ഖുയൂദി വത്തൻളീം, ചില സിസ്റ്റങ്ങൾ, അതേപോലെ നിബന്ധനകൾ, ഈ നിബന്ധനകൾക്കൊക്കെ ഒരു മറുപടി എന്നുള്ള നിലക്കാണ് ഇത് വരുന്നത്. ആ നിബന്ധന എങ്ങനത്താണ്? അസ്വാരിമീൻ അൽ മുത്തസിമീൻ ബിൽ ക്ലാസിക്കിയ, ക്ലാസിക്കിയ കാഴ്ചപ്പാടിലെ അത് മുറുകെ പിടിക്കുന്ന, അത് നിർബന്ധപൂർവം കാണുന്ന സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, അവരുടെ ആ ഒരു സിസ്റ്റങ്ങൾ, ആ തൻളീം, ആ വ്യവസ്ഥ, അതേപോലെ ഖുയൂദ്, അവിടെയുള്ള അത്തരം ബന്ധനങ്ങൾ, നിബന്ധനകൾ, അതിനൊക്കെയുള്ള ഒരു മറുപടി, അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ്, റദ്ദ് ചെയ്തുകൊണ്ടാണ് ഈ മദ്ഹബ് വരുന്നത്. ഹൈസു ശഅറൽ ഉദബാഉ ബിൽ ഇൻസിആജ് മിൻഹാ, അവർ വെച്ചിട്ടുള്ള വ്യവസ്ഥകളും അവർ വെച്ചിട്ടുള്ള നിബന്ധനകളും എങ്ങനത്തതാണ്? ഹൈസു, അതെങ്ങനെയുള്ളതാണ്? ശഅറൽ ഉദബാഉ, സാഹിത്യകാരന്മാർക്കൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു, ബിൽ ഇൻസിആജ് മിൻഹാ, അതൊക്കെ ഒരു അലോസരമാണ്, ഇങ്ങനെ ഖൈദുകളും നിബന്ധനകളും പറ്റൂല എന്ന് അലോസരപ്പെട്ട് തുടങ്ങിയ ഘട്ടത്തിലാണ് ഇത് വരുന്നത്. വറഗ്ബ ഫി തമറുദി അലൈഹ, അതിനെതിരെയൊക്കെ വിപ്ലവം പ്രഖ്യാപിക്കാൻ അവർ ആഗ്രഹിച്ചു നിൽക്കുന്ന ഘട്ടം. റഗ്ബ ഫി, ആഗ്രഹിക്കുക, തമറുദ് അല, തമറുദ് അല എന്നൊക്കെ പറഞ്ഞാൽ അതിനെതിരെ പടപൊരുതുക, വിപ്ലവം നയിക്കുക, മോട്ട് കാണിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതിനെതിരെ സംസാരിക്കണമെന്നും അതിനെതിരെ രംഗത്ത് വരണമെന്നും ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന, അതേപോലെ അത് അലോസരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് അവക്കുള്ള മറുപടിയായിട്ടാണ് ഈ ഒരു ചിന്താധാര കടന്നു വരുന്നത്. കമ അസ്റത്തിൽ അഹ്ദാസു സിയാസിയ ഗൈറൽ മുസ്തഖിറ ഫി ദാലിക്കൽ വഖ്ത്, അതോടൊപ്പം ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള അസ്ഥിരമായ, സ്ഥിരതയില്ലാതിരുന്ന രാഷ്ട്രീയ സംഭവങ്ങളും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അഹ്ദാസ്, സംഭവവികാസങ്ങൾ. ഏതുപോലെ മിസ്ലു ഹുറൂബിൻ നെപ്പോളിയൻ്റെ പടയോട്ടങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. വസിറാഅത്തുൽ ഇസ്തിഅമാരിയ, പല കോളനിവൽക്കരണത്തിൻ്റെ സംഘടനകൾ, ഇസ്തിറാഅത്ത് സംഘടനകൾ, ഏറ്റുമുട്ടലുകൾ, അത് സ്വാധീനിച്ചിട്ടുണ്ട്. വത്തസാഉദുൽ ഹറബി ബൈന ദുവലിൽ ഔറുബിയൽ മുജാവറ, തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള യൂറോപ്യൻ നാടുകളിലുള്ള പലവിധ യുദ്ധ ഉയർച്ചകൾ, തസാഉദുൽ ഹർബിന, യുദ്ധപരമായ ഏറ്റുമുട്ടലുകൾ, അതേപോലെ സംഘടനകൾ, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിൽ എടുത്തു നോക്കിയാൽ, ആ കാലഘട്ടം എടുത്തു നോക്കിയാൽ വളരെ വ്യാപകമായിട്ട് ഉണ്ട്. അതെല്ലാം തന്നെ സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാട്, മനസ്സിൻ്റെ താല്പര്യം എന്ന കാഴ്ചപ്പാട്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന കാഴ്ചപ്പാട് വ്യാപകമാകാനുള്ള പ്രധാന കാരണമായിട്ടുണ്ട്. അതാണ് അലാ ഇന്തിഷാർ, അത് സ്വാധീനിച്ചിട്ടുണ്ട്. അലാ ഇന്തിഷാരി ഹാദൽ മദ്ഹബ്, ഈ മദ്ഹബിൻ്റെ പ്രചാരത്തിന് ബിശക്ലിൻ കബീർ, അതും വേണ്ട വലിയൊരളവോളം അതങ്ങനെ വ്യാപിച്ചു പോയിട്ടുണ്ട്.
ലഹറത്തുർ റൊമാൻസിയൊക്കെ മദ്രസ അദബിയ ജദീദ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സാഹിത്യ ചിന്താധാര എന്ന നിലക്ക് തന്നെയാണ് റൊമാൻറ്റിസം രംഗത്ത് വന്നത്. ബദഅൽ ഉദബ വൻ നുഖാദുൽ മുഫക്കിറുൽ ഗർബിയൂൻ, യൂറോപ്യൻ ചിന്തകന്മാരും നിരൂപകന്മാരും സാഹിത്യകാരന്മാരും ആരംഭിച്ചു യത്തജിഹൂന നഹ്വഹ, അതിലേക്ക് തിരിയാൻ തുടങ്ങി. ബിഇഅ്തിബാരിഹ മൻഹജൻ, അതൊരു പുതിയ മൻഹജാണ്, ഒരു 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 മാർഗമാണ് എന്ന നിലക്ക്. എങ്ങനത്തെ മാർഗം? യംനഹും ഹുർരിയതൻ അക്ബറ, അവർക്ക് അധികമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്ന മാർഗമാണ്. അല മുസ്തവൽ ഇബ്ദാഇ, അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ നിലവാരത്തിനനുസരിച്ച് ഉയർന്ന സ്വാതന്ത്ര്യം കിട്ടും എന്ന നിലക്ക്. ബഈദൻ അൻ ഖുയൂദിൽ ഖാസിയ്യ, ക്ലാസിക്കൽ ചിന്താധാര മുന്നോട്ട് വച്ചിട്ടുള്ള നിബന്ധനകൾക്ക്, ആ നിബന്ധനകളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് വിദൂരമായിക്കൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന വിശാല അർത്ഥത്തിലുള്ള വലിയ രൂപത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കും എന്ന നിലക്കുള്ള ഒരു മൻഹജ്, അത് പരിഗണിച്ചുകൊണ്ട് സാഹിത്യകാരന്മാരൊക്കെ ഈ മേഖലയിലേക്ക് തിരിയാൻ തുടങ്ങി. അമിൻ അബ്റസിൽ മുഫക്കിരീൻ വൽ ഉദബ അല്ലദീന ഇഅ്തഖദു ഇഅ്തനഖു അർ-റൊമാൻസിയമായ താഴെ പറയുന്നവരാണ് ഈ റൊമാൻറ്റിസം എന്ന ഈ ഒരു ചിന്തയെ ആശ്ലേഷിച്ചിട്ടുള്ള ആശ്ലേഷിച്ചിട്ടുള്ള സാഹിത്യ ചിന്തകന്മാരിൽ പ്രമുഖരായിട്ടുള്ള ആളുകൾ. ഒന്ന് ജാൻ ജാക്ക് റൂസോ, അദ്ദേഹം കാത്തിബുൻ വ അദീബുൻ വ ഫൈലസൂഫൻ, ഫിലോസഫറാണ്, സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്. വയുഅദ്ദു റായിദൽ റൊമാൻസിയത്തുൽ ഹദീസ ഹൈസു മഹദ ലിദുഹൂരിഹാ, ആധുനിക റൊമാൻറ്റിസത്തിൻ്റെ റായിദ്, അതിൻ്റെ ലീഡറായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. എത്രത്തോളം? ഹൈസു മഹദ ലിദുഹൂരിഹ, ഈ ഒരു കാഴ്ചപ്പാട് രംഗത്തു വരാൻ കാരണക്കാരൻ പോലും അദ്ദേഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹമാണ് മഹദ, വഴിയൊരുക്കിയത്, സൗകര്യപ്പെടുത്തിയത് ലിദുഹൂരിഹ, ഇതിൻ്റെ ആവിർഭാവത്തിന്. രണ്ടാമത്തെ ആൾ ഷാത്തോബ്രിയാനാണ്. ഷാറ്റോബ്രിയാൻ കാത്തിബൻ ഫ്രൻസിയൻ, ഫ്രഞ്ചുകാരനാണ്, ഫ്രഞ്ചിൽ നിന്നാണ് കാര്യമായിട്ടും ഈ ഒരു കാഴ്ചപ്പാട് വരുന്നത് കേട്ടോ. കാത്തിബൻ ഫ്രൻസിയൻ. അദ്ദഹുൽ ബഅൽ, പലരും അദ്ദേഹത്തെ കണക്കാക്കിയത് അൽ മുഅസ്സിസ് അൽ ഹഖീഖി ലിർ-റൊമാൻസിയ, റൊമാൻറ്റിസത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ടാണ് ഇദ്ദേഹത്തെ ഷാറ്റോബ്രിയാനെ കണക്കാക്കിയിട്ടുള്ളത്. ഹൈസു അഹ്ലത്തുഹു തജ്രിബത്തുഹു മഅൽ ഹയാത്ത് ലിയകൂന കദാലിക്, അദ്ദേഹം ചെയ്യുന്നതാണ് അഹ്ലത്തുഹു തജ്രിബത്തുഹു, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെ അദ്ദേഹം ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഫക്കാനത്ത് ഖിസസുഹു വ കിതാബത്തുഹു, അദ്ദേഹത്തിൻ്റെ കഥകളെടുത്ത് നോക്കുക, പുസ്തകങ്ങളെടുത്ത് നോക്കുക, അതെല്ലാം തുഅക്കിസു വാഖിഅ ഹയാത്തിഹി, ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു ആക്സ്, പ്രതിഫലനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതെല്ലാം ആ പുസ്തകങ്ങളെല്ലാം തുഅക്കിസു, പ്രതിഫലിപ്പിക്കുന്നുണ്ട്, വാഖിഅ ഹയാത്തിഹി, ജീവിതത്തിലെ സംഭവങ്ങൾ. അപ്പോൾ ജീവിതത്തിലെ സംഭവങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് എന്നാൽ അദ്ദേഹം റൊമാൻറ്റിസത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്, മനസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. വതദൂറു അഹ്ദാസുഹാ, അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെല്ലാം, ആ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം കറങ്ങി നടക്കുന്നു ഹൗല മശാഇരിൽ മലൽ, ചില മടുപ്പ് ഉളവാക്കുന്ന ഫീലിങ്ങിൻ്റെ കൂടെ, വൽ വഹ്ദ, ഏകാന്തത എന്ന ഫീലിങ്സിൻ്റെ കൂടെ, വൽ ഹുസ്ൻ, ദുഃഖം, അൽ അമീഖ്, അങ്ങനെ ആഴമേറിയ ദുഃഖം, ഇത്തരം ഫീലിങ്സിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും കറങ്ങി നടക്കുന്നത്. വയുഅദ്ദു മിൻ റുവാദിൽ മദ്ഹബ്, അദ്ദേഹത്തെ ഇങ്ങനെയും കണക്കാക്കുന്നുണ്ട് ഒരു കാഴ്ചപ്പാടിൻ്റെ ലീഡറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട്. ഏത് കാഴ്ചപ്പാട്? അല്ലദീന സാറു അലൽ അദബിൽ യുനാനി, ഗ്രീക്ക് സാഹിത്യത്തിനെതിരെ വിപ്ലവം നയിച്ചിട്ടുള്ള പല ആളുകളുണ്ട്. അങ്ങനെ ചില കാഴ്ചപ്പാടിൽ ആളുകളുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടും അദ്ദേഹം കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രീക്ക് സാഹിത്യത്തിനെതിരെ വിപ്ലവം നയിച്ചത്? അൽ ഖായിം അല തഅദ്ദുദിൽ ആലിഹ, ദൈവിക വൈവിധ്യങ്ങൾക്കുമേൽ വ്യത്യസ്ത ദൈവങ്ങളുണ്ട്, ആ ദൈവിക സങ്കല്പത്തിന് മേൽ നിലകൊള്ളുന്ന ഒരു സാഹിത്യമാണ് അൽ അദബുൽ യുനാനി, ഗ്രീക്ക് സാഹിത്യം. അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടും ഈ ഷാറ്റോബ്രിയാനെ കണക്കാക്കുന്നുണ്ട്. അടുത്തത് ബൂദ്ലിയറാണ്. അദ്ദേഹം ഷാഇറൻ, ഒരു കവിയാണ്. വനാഖിദുൻ, ഒരു നിരൂപകനാണ്. ഫന്നിയൻ, ഒരു കലാകാരനാണ്. ഫ്രഞ്ചുകാരനാണ്. വയുഅദ്ദു മിൻ അബ്റസ് ശുഅറാഇൽ ഖർനി അത്താസിഅ അശറ, അദ്ദേഹം 19 നൂറ്റാണ്ടിൽ പ്രഗത്ഭ കവികളുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടുന്നു. വമിൻ റുമൂസിൽ ഹദാസതി ഫിൽ ആലം, ലോകത്ത് തന്നെ നവോത്ഥാനത്തിൻ്റെ ആധുനികതയുടെ സിംബലുകളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഇത്തഖദൽ മദ്ഹബ റൊമാൻസി ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം റൊമാൻറ്റിസം എന്ന ഈ ഒരു കാഴ്ചപ്പാടിനെ സ്വീകരിച്ചു. ഷക്കിലൽ ഇൽഹാദ് ബിദ്ദീൻ, മതത്തെ നിരാകരിക്കുന്ന ഇൽഹാദ് എന്ന നിലക്കാണ് അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നത്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം, മതം ഒഴിവാക്കണം, മനസ്സാണ് പ്രധാനം എന്ന് പറയുന്ന രൂപത്തിൽ. വിക്ടർ ഹ്യൂഗോ അദീബൻ, സാഹിത്യകാരനാണ്. വഷാഇറൻ, കവിയാണ്. വരിവായിയൻ, ഫ്രഞ്ച് നോവലിസ്റ്റാണ്. വഹുമിൻ അബ്റസ് ഉദബ ഫ്രൻസ, അദ്ദേഹം ഫ്രഞ്ച് സാഹിത്യകാരന്മാരിലെ പ്രഗത്ഭനായ
ഒരു സാഹിത്യകാരൻ തന്നെയാണ്. ഇവിടെയുള്ള കീവേഡ്സ് അൽ മദ്രസ റൊമാൻസിയ, അൽ ആത്വിഫ, അൽ ഖയാൽ, അസൗറ, വത്തമറുദ്, വൽ ഹുറിയ. സൗറ വിപ്ലവം, തമറുദ് എന്നാലും വിപ്ലവം അല്ലെങ്കിൽ രംഗത്ത് വരിക, എതിരെ വരിക. അൽ ഹുറിയ സ്വാതന്ത്ര്യം. പിന്നെ ഇവിടെ പഠിക്കാനുള്ള ജമാഅത്തു ദീവാൻ ഒരു സംഘടനയാണ്. ജമാഅത്തു അപ്പോളോ മറ്റൊരു സംഘടനയാണ്. അദബുൽ മഹ്ജർ മറ്റൊരു പ്രസ്ഥാനമാണ്. അറാബിത്തുൽ ഖലമിയ മറ്റൊരു സംഘടനയാണ്. അൽ ഉസ്ബ അൽ അന്ദുലുസിയ അത് വേറൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ബേസ് ഈ റൊമാൻറ്റിസം എന്ന കാഴ്ചപ്പാടാണ്. റൊമാൻസിലെ ആറ്റിഫത്ത്, ഖയാൽ, സൗറ ഇതൊക്കെയാണ് ചർച്ചയ്ക്കുള്ള പ്രധാന വിഷയങ്ങളായിട്ട് കയറി വരുന്നത്. ആ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ നമുക്ക് അവ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.